ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ഒരു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 24K ഗോൾഡ് സ്കിൻ ബ്രൈറ്റനിങ് സിറം, അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയാണ്. അപ്പം നമുക്ക് വാട്സപ്പിൽ കുറേ എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് റിപ്ലൈ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു വീഡിയോ ചെയ്യാമോ എന്നുള്ള റിക്വസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക. ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിലുള്ള അല്ലെങ്കിൽ ഈ ഒരു സിറത്തിലുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഷെയർ ചെയ്യാം. ഇതിൽ ഗോൾഡൻ ഡസ്റ്റ് ഉണ്ട്, ആൽമണ്ട് ഓയിലുണ്ട്, സഫ്രൺ ഓയിലുണ്ട്, സാൻഡൽവുഡ് ഓയിലുണ്ട്, പിന്നെ ലാവൻഡർ ഓയിൽ, അങ്ങനെ കുറേയധികം ഓയിൽസാണ് ഇതുള്ളത്. കാരണം സിറമാണല്ലോ. അപ്പോൾ ഈ ഒരു സിറം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. സ്കിന്നിന് നല്ല രീതിയിൽ ഒരു ടോൺ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവാനാണ് ഈ ഒരു സിറം യൂസ് ചെയ്യുന്നത്. നമുക്ക് രാത്രി സമയത്ത് കിടക്കുന്നതിന് മുന്നേ ഇത് അപ്ലൈ ചെയ്തിട്ട് രാവിലെ വാഷ് ചെയ്ത് കളയാം. ആ ഒരു രീതിയിൽ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വൈകുന്നേരം ഒരു 5 മണി 6 മണിയൊക്കെ ആകുമ്പം ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 10 മണിയാകുമ്പോൾ വാഷ് ചെയ്തിട്ട് നിങ്ങളിടുന്ന നൈറ്റ് ക്രീം എന്താണോ ആ ഒരു ക്രീം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ രണ്ട് രീതിയിലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഇനിയിപ്പോൾ ഇതൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പകൽ വേണമെങ്കിൽ ഭയങ്കര വെയിലുള്ള ഒരു സമയത്തല്ല, ഒന്നെങ്കിൽ മോർണിംഗ് ടൈമിൽ അല്ലെങ്കിൽ ഈവനിങ് ടൈമിൽ അങ്ങനെ ഒരു സമയത്തും ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്യുമ്പം നമ്മുടെ തന്നെ സോപ്പുണ്ട്, സ്കിൻ ബ്രൈറ്റനിങ് സോപ്പുകളുണ്ട്, അല്ലെങ്കിൽ ഫേസ് വാഷ് ഉണ്ട്, അത് അപ്ലൈ ചെയ്യാൻ നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബേബി സോപ്പ് ഇട്ട് വാഷ് ചെയ്യാം. അല്ലെങ്കിൽ കടലമാവ്, പയറുപൊടി, ഇങ്ങനെ എന്തെങ്കിലും ഒരിക്കലും അല്ലാത്ത സോപ്പുകളിട്ട് ഫേസ് വാഷ് ചെയ്യേണ്ട. വളരെ മൈൽഡായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉപയോഗിച്ച് മാത്രമേ ഫേസ് വാഷ് ചെയ്യാവുള്ളൂ. ഇത് യൂസ് ചെയ്യാൻ മസ്റ്റായിട്ട് അത് പാലിക്കണം. കാരണം ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ഗോൾഡൻ ഡസ്റ്റിൻ്റെയൊക്കെ ആ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, നമ്മൾ ഒത്തിരി പതയുള്ള സാധനങ്ങളിട്ട് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് പോകും. ഓക്കെ, ഫുള്ളി വാനിഷായി പോകും, ഫുള്ളി വാഷ് ഔട്ടായി പോകും. ഒരു നല്ല ഒരു ബ്രൈറ്റനിങ് ആയിട്ടുള്ള ഒരു കണ്ടൻറ്റ് പാർട്ടിക്കിൾസ് പോലും നമ്മുടെ ഫേസിലില്ലാതെ ഫുള്ള് വാഷ് ഔട്ടായി പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭയങ്കരമായിട്ട് പതയുള്ള ഒരു സാധനങ്ങൾ യൂസ് ചെയ്യരുതെന്നുള്ളത്. അത് നമ്മളുടെ സ്കിൻ കെയറിൻ്റെ ഭാഗമാക്കണം കേട്ടോ. നമ്മളങ്ങനെ പലരും പിയേഴ്സ് സോപ്പ്, ചന്ദ്രിക അങ്ങനെയുള്ള സോപ്പുകളൊക്കെ പിയേഴ്സ് സോപ്പിനൊക്കെ നല്ല പതയല്ലേ, സംഭവം നല്ല സോപ്പൊക്കെയാണ്, പക്ഷെ ഭയങ്കര പതയാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് വേണ്ടി മാത്രം, ഫേസിന് വേണ്ടി മാത്രമായിട്ടുള്ള എന്തെങ്കിലും ഒരു സോപ്പ് യൂസ് ചെയ്യണം നിർബന്ധമുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഈ ഒരു സിറത്തിൻ്റെ ഡീറ്റെയിൽസ്. ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ആംബർ ബോട്ടിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഫേസിലേക്ക് വെക്കുക, എന്നിട്ട് ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 1 മിനിറ്റ് സർക്കുലർ മോഷനിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. നമുക്ക് കണ്ണിന് താഴെയൊക്കെ ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യാം, കണ്ണിന് മുകളിൽ ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യാം. നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട്സിനെ റിമൂവ് ചെയ്യാനായിട്ട് നല്ലതാണ്. ടോൺ ഇമ്പ്രൂവ്മെൻറ്റിന് നല്ലതാണ്. പിന്നെ ടാനൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് നല്ലതാണ്. ഇത് ഡെയിലി നമ്മുടെ സ്കിൻ കെയറിൽ നമുക്ക് ഇത് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 350 ആണ്. ഞാൻ പലരും വീഡിയോയിലൊന്നും റേറ്റ് പറയാറില്ല, ഞാനിതിൽ പറഞ്ഞു ഓൾറെഡി. 350 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പം നമ്മൾ നല്ല ഒരു ഗ്ലാസ് ബോട്ടിലാണിത് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ആംബർ ബോട്ടിലാണിത് വരുന്നത്. എല്ലാം സിറമൊക്കെ അങ്ങനെയാണ് വരുന്നത് എപ്പോഴും, കൂടുതലും നല്ല ഒരു 95% അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, മസ്റ്റായിട്ട് നിങ്ങൾ സ്കിന്നിൽ ഉപയോഗിക്കുന്ന സോപ്പിൽ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ സോപ്പിൻ്റെ ഉപയോഗം സ്കിന്നിൽ വേണ്ട, അല്ലെങ്കിൽ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്കിന്നിന് വേണ്ടിയുള്ള സോപ്പുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അത് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബേബി സോപ്പുകളുണ്ടല്ലോ, പതയില്ലാത്ത ചില സോപ്പുകളുണ്ട്, സെബാബിഡിൻ്റെ സോപ്പുണ്ട്, ടെഡി ബാറിൻ്റെ സോപ്പുണ്ട്. അങ്ങനെയുള്ള ബേബി സോപ്പുകൾ ഡെയിലി നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഫേസിൽ ശീലമാക്കാൻ നോക്കുക. നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഔട്ട്കം നമ്മുടെ സ്കിന്നിൽ നിന്ന്. സോ നല്ല രീതിയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു സിറത്തെ പറ്റി. കൂടുതലായിട്ടൊന്നും പറയാനില്ല. കുറച്ച് പേരൊക്കെ നമ്മുടെ ഇത് പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ഈ ഒരു സിറം എന്ന് പറയുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അത് യൂസ് ചെയ്തതിന് ശേഷം തന്നെ സ്കിന്നിനൊരു ഗ്ലോ ഉണ്ട്, നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഏർലി മോർണിംഗിലാണ് ഈ ഒരു വീഡിയോ ഇരുന്ന് ചെയ്യുന്നത്. ഞാൻ സ്കിന്നിലൊന്നും ഇട്ടിട്ടില്ല, ഒരു കാര്യങ്ങളും സ്കിന്നിൽ ഇട്ടിട്ടില്ല. കുറച്ച് ലിപ് ബാം ഇട്ടിട്ടുണ്ട്, കാരണം അത് ഇട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ വിളിച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ തന്നെ ലിപ് ബാമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലിപ് ബാം ഇടാറുണ്ട്. അത് നമ്മുടെ തന്നെ ബീട്രൂട്ടിൻ്റെ ലിപ് ബാമാണ് ഞാൻ ലിപ്സിൽ ഇട്ടിട്ടുള്ളത്, വേറെ ഒന്നും ഇട്ടിട്ടില്ല. നമുക്ക് സ്കിന്നിനൊരു നല്ലൊരു ഗ്ലോയും നല്ലൊരു ഷൈനിങ് ഒക്കെ ആയിട്ട് കിട്ടും ഈ ഒരു സിറം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുക. 1-2 ദിവസം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തിലും ഒരു റിസൾട്ടും ഇല്ല.
കുറച്ച് നാൾ യൂസ് ചെയ്യേണ്ടി വരും സ്ഥിരമായിട്ട്. അങ്ങനെ യൂസ് ചെയ്ത് പോവുക മുന്നോട്ട്. പിന്നെ നമ്മൾ ഉറപ്പായിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യുക. സൺസ്ക്രീൻ നമ്മുടെ ഭാഗമാക്കുക നമ്മുടെ ലൈഫിൻ്റെ. കാരണം ഇപ്പോഴത്തെ പൊല്യൂഷനും വെയിലും എല്ലാം അങ്ങനെയാണ്. അതുകൊണ്ട് സൺസ്ക്രീൻ ഇല്ലാതെ പുറത്ത് പോകാനേ പറ്റത്തില്ല. സോ ഉറപ്പായിട്ടും സൺസ്ക്രീൻ ഇട്ടിട്ട് തന്നെ പുറത്ത് പോകാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഈ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാനുള്ള വാട്സപ്പ് നമ്പറാണിത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നമുക്ക് വേറൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.